ഹലോ ഗൈസ്, ഞാൻ അവിടുന്ന് ഇറങ്ങി വരുന്നതേക്കാരം നിങ്ങളെല്ലാവരും ആലോചിക്കണത്. ഞാനൊരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് റാക്കിൻ്റെ മേലെ കയറിയതാട്ടോ. എന്താ വെച്ചാൽ ഓർബീസ് ഇട്ടേക്കാൻ പാത്രമല്ല, ഇതൊക്കെ എനിക്ക് 2-3 പാറ്റ് ഓർബീസുണ്ട്. എൻ്റെ അനിയൻ്റെതൊക്കെ പെട്ടെന്ന് എടുത്ത് കഴിക്കും. പക്ഷെ ഞാനങ്ങനല്ല കേട്ടോ, ഞാൻ എല്ലാതും എടുത്ത് വെക്കും. അപ്പോൾ എൻ്റേത് അങ്ങനെ കുറേ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനായിട്ട് ഒരു പാറ്റ് എടുത്തുകൊണ്ട് ഓർബീസ് എടുത്ത് വെച്ചു. എന്നിട്ട് അതൊക്കെ കയ്യിൽ ഒരു പാത്രം എടുക്കാൻ കയറിയതാണ്. അള്ളാഹു, എൻ്റെ റാക്കിൻ്റെ മേലേക്ക് വലിഞ്ഞ് കയറുന്ന ഒരാൾ ഞാനായതുകൊണ്ടല്ലേ ഞാൻ റാക്കിൻ്റെ മേലൊക്കെ കയറി. എന്നിട്ട് ആ പാത്രമൊക്കെ അവിടെ നിന്നിട്ട് കിട്ടി. പിന്നെ എൻ്റെ മേശമ്മ കുറേ നിറഞ്ഞ് കിടക്കാൻ കണ്ടിട്ട് എൻ്റെ അമ്മാൻ്റെയൊക്കെ നിൽക്കുന്നു കുറേ ചീത്ത കെട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് നേരാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ട് ഇത് കൊണ്ട് ഞാൻ ഇതൊക്കെ ഒതുക്കി എടുത്ത് കിട്ടോ. എങ്ങനെയെന്ന് നിങ്ങളെന്നെ കണ്ടു നോക്കൂ. സീനായിട്ടോ ലാസ്റ്റ്. പിന്നെ എന്നും അടിച്ചു വരാൻ വരുമ്പോൾ കാണും ഒരു കട്ടിൻ്റെ ആ മേശയുടെ അടിക്കാൻ അടിച്ചു വരുമ്പോൾ കാണാം നിറയെ പേപ്പർ, അതിലുള്ള ചീത്ത മൊത്തം നിൽക്കുക. പിന്നെ ഞാൻ കുറച്ച് കവായിസ് ക്യൂട്ടാവേണ്ട വെച്ചിട്ട് കവായി ഒട്ടിച്ചു. പിന്നെ ഒക്കെ 10 രൂപക്ക് കിട്ടിയ വാശി ടേപ്പുകൾ കാണായിട്ടാണ്. ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്, നോക്കിക്കൊണ്ടിട്ടോ. 10 രൂപക്കുള്ള സാധനം ഉണ്ടോയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ഇതിക്ക് പറഞ്ഞായോ. എന്നിട്ടല്ല ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിക്കറൊക്കെയാണ് കേട്ടോ ഞാൻ അതിൽ ഒട്ടിച്ചത്. അത് എങ്ങനെ അതിലെ പെന്നും പെൻസിലും ഒക്കെ ഇട്ടൊക്കെയുള്ള കളറൊക്കെ ഇട്ടൊക്കെയുള്ള സെറ്റപ്പൊക്കെ സീനാക്കിയിട്ടാണ് ഞാൻ വന്നത്. കണ്ടോ എൻ്റെ ടാപ്പ് കണ്ടില്ല നിങ്ങൾ? അതിൻ്റെ വലുപ്പങ്ങളും നോക്കൂ. പിന്നെ കവായി സെക്ഷൻസൊക്കെ ഞാൻ തുടങ്ങി. അങ്ങനെയും കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ഓരോ പാത്രമൊക്കെ വെച്ച് എൻ്റെ പെന്നും പെൻസിലൊക്കെ ഇട്ടേക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് കേട്ടോ. ലാസ്റ്റ് ഉള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത്ര കുറച്ച് ഐറ്റംസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ വേറെ ഒന്നും കൂടി ഞാൻ ഒരു ഓർഗനൈസർ ഉണ്ടായിരുന്നു എൻ്റെ മേശമുള്ള ഒരു യെല്ലോ കളറുള്ള ഓർഗനൈസർ, അതും കൂടി ഞാൻ വെച്ച്. പിന്നെ പൗഡർ, ഞാൻ ക്ലേ ഉണ്ടാക്കാൻ വെച്ച പൗഡർ ഉണ്ടായിരുന്നു മറ്റേ കുട്ടിക്കൂരുടെ. പിന്നെ എൻ്റെ ഹൈലൈറ്റർ, പെന്ന്, പെൻസിൽ, ബ്രഷ് ഒക്കെ എല്ലാതും ഞാൻ ഒട്ടിച്ച് വെച്ചവിടെ കൊടുത്തു കേട്ടോ. ജസ്റ്റ് സീനായിരുന്നു. എനിക്ക് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ മേശന്നൊക്കെ എന്തൊക്കെ ഒഴിഞ്ഞ് പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഇത് ഷോർട്ടാണോ വീഡിയോ ആണോ എന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ.